പല സുഹൃത്തുക്കളും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മെഗാസ്റ്റാർ ചിരഞ്ജീവിയെക്കുറിച്ച്. ചിരഞ്ജീവിയെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം 78-79 കാലഘട്ടത്തിലെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് ഇവിടെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ വലിയ കാര്യം പോലെ പറഞ്ഞ ആൾക്കാർ 45 വർഷമായി അവർ നിലനിൽക്കുന്ന സൂപ്പർ സ്റ്റാറായിട്ട്. മമ്മൂട്ടിക്ക് മോഹൻലാലിന് മുന്നേ ചിരഞ്ജീവി നായകനായിട്ട് തെലുങ്ക് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. ഇന്നും ചിരഞ്ജീവിക്ക് മെഗാസ്റ്റാർ പിന്നെ അതേ സ്റ്റാർ വാല്യൂ തന്നെ ഉണ്ട്. ഇവിടെ മമ്മൂട്ടിക്ക് മോഹൻലാലിന് സ്റ്റാർ വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ ഈ ചിരഞ്ജീവി അതേപോലെ തന്നെ ചിരഞ്ജീവിനേക്കാളും വലിയ നടൻ തെലുങ്ക് നാട്ടിലില്ല. ചിരഞ്ജീവിയെക്കുറിച്ച് പറയണമെങ്കിൽ ചിരഞ്ജീവിൻ്റെ ഞാൻ ആദ്യമായിട്ടൊരു പടം കാണുന്നത് കാളി എന്നുള്ള പടത്തിലാണ്, രജനീകാന്തിൻ്റെ. അത് കാളി തമിഴിലും തെലുങ്കിലും എടുത്തിരുന്നു. ഐ.വി. തമിഴിൽ വിജയകുമാർ ചെയ്ത റോളാണ് തെലുങ്കിൽ ചിരഞ്ജീവി. അപ്പോൾ അത് ചിരഞ്ജീവി ഒരു നെഗറ്റീവ് റോളാണ്, പക്ഷേ പിന്നീട് നന്നാകുന്നു. ആ തുടക്കത്തിൽ നെഗറ്റീവ് ടച്ചാണ്, എന്നാലും രജനീകാന്തായിട്ടുള്ള ഫൈറ്റിലെല്ലാം തുല്യ ഇതാണ്. അതായത് ചിരഞ്ജീവി തോൽക്കുന്നൊന്നുമില്ല, രണ്ടാളും ഒരേ ഡ്രോ ആണ് ഫൈറ്റെല്ലാം. പിന്നെ ചിരഞ്ജീവിൻ്റെ കുറേ പടങ്ങൾ തെലുങ്കിൽ നിന്ന് തമിഴിലേക്ക് പിന്നെ ഡബ് ചെയ്തിട്ട് വരാൻ തുടങ്ങി. അത് തമിഴ് മലയാളത്തിൽ വരും, ഡബ് ചെയ്യാതെ തന്നെ തമിഴിൽ വരും. ചില പടങ്ങൾ ഡബ് ചെയ്തിട്ടും വരും. അതിലന്ന് കാലം എന്നെല്ലാം പറഞ്ഞ പടം കളിച്ചത് അതിൽ മലയാളത്തിൽ ഡബ് ചെയ്തു, അത് ബോറാണ്. ചിരഞ്ജീവിൻ്റെ പടം തമിഴിൽ ഡബ് ചെയ്തിട്ട് വന്ന് കാണണം, അതാണ് രസം. മലയാളത്തിൽ സംസാരിക്കുന്ന കാണുമ്പോൾ പടത്തിൻ്റെ മ്യൂസിക്കും സെറ്റിങ്സും എല്ലാം മാറും, തല്ലിപ്പൊളി പടാവും മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് വരുമ്പോൾ. തമിഴിലാകുമ്പോൾ തമിഴന്മാർ നല്ല മ്യൂസിക്കും നല്ല ഡയലോഗ് ഇതിലും അവർക്ക് നല്ലതാകുമ്പോൾ ചിരഞ്ജീവിൻ്റെ തമിഴ് പടം കാണാൻ രസം, തമിഴിൽ ഡബ് ചെയ്ത് പടം കാണാനും രസം. അങ്ങനെ അന്നത്തെ കാലത്ത് ഒരുപാട് പടം ഉണ്ടായിരുന്നു. കൊള്ളൈക്കാരൻ ഞാൻ ചിരഞ്ജീവിൻ്റെ അന്നത്തെ കാലത്ത് എല്ലാ പടം കാണുന്നു. ചിരഞ്ജീവിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് എടുത്ത പൈസ മുതലാകും. ഒന്ന് ഡാൻസ്, ഫൈറ്റ്, പിന്നെ അഭിനയം എല്ലാം ഉണ്ടല്ലോ ചിരഞ്ജീവിക്ക്. ചിരഞ്ജീവി ശരിയായ മെഗാസ്റ്റാറാണ്. അല്ലാണ്ട് ഇവിടെ മമ്മൂട്ടിനെ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്ന പോലെയല്ല. മമ്മൂട്ടിനെ മെഗാസ്റ്റാർ വിളിച്ച് കൈയും കാലും പൊന്താത്ത മമ്മൂട്ടിനെ മെഗാസ്റ്റാർ എന്നിട്ട് വിളിക്കും. അവിടെ ചിരഞ്ജീവി അങ്ങനെയല്ല, ഭയങ്കര ഫൈറ്റ് സീനിൽ ഭയങ്കരമാണല്ലോ. പിന്നെ അന്നത്തെ കൃഷ്ണ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെ ഓവർടേക്ക് ചെയ്ത് പിന്നെ ചിരഞ്ജീവി. കൃഷ്ണയായിരുന്നു അതുവരെ അവിടെ സൂപ്പർ സ്റ്റാർ. എൻ.ടി. രാമറാവു ആണ് അടുത്ത ഏറ്റവും വലിയ നാട്. എൻ.ടി. രാമറാവു അവിടുത്തെ വടവൃക്ഷം. പിന്നെ അത് കഴിഞ്ഞാൽ നാഗേശ്വരറാവു, അത് കഴിഞ്ഞാൽ കൃഷ്ണ കഴിഞ്ഞാൽ ചിരഞ്ജീവി. പിന്നീട് ചിരഞ്ജീവി കൃഷ്ണയെ ഓവർടേക്ക് ചെയ്ത്. കൃഷ്ണ പിന്നെ കുറച്ച് ഏജ് ഓവറായാലും പടം മതിയായി. ചിരഞ്ജീവി ഇന്നും നിലനിൽക്കും. ചിരഞ്ജീവി ചില പടങ്ങൾ നിർമ്മിക്കലുണ്ട്. ഒരു പടം നിർമ്മിച്ച് കമലഹാസനിട്ട് അഭിനയിപ്പിച്ചതാണ് ഉന്നാൽ മുടിയും തമ്പി. പിന്നെ ഒന്ന് മാപ്പിളി രജനീകാന്തിനെ വെച്ചിട്ട്, അതിൽ ചിരഞ്ജീവി ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ മലയാളികൾ ഇവിടെ ഈ കുളത്തിലെ തവളൻ്റെ മാതിരിയാണ് മലയാളികൾ. മമ്മൂട്ടി മോഹൻലാൽ ലോകത്ത് ഏറ്റവും വലിയ നടക്കുന്ന ആളാണ് നമ്മൾ. വേറെ ആരും നടന്മാറില്ല ഇത്രയും കൊല്ലം അഭിനയിക്കുന്ന നടന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ചിരഞ്ജീവിയും രജനീകാന്തല്ലോ മമ്മൂട്ടിയും മോഹൻലാലും ഗോട്ടി കളിക്കുന്ന സമയത്ത് അവരഭിനയിക്കും. അവർ ഇന്നും നിലനിൽക്കും. ഓക്കെ.